ഒരു ഇലക്ട്രിക് ട്രെയിൻ നോർത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ പുക ഏത് ദിശയിലേക്ക് പോകും? സൗത്തിലോട്ടല്ലേടോ പോത്തുള്ളൂ. ഇലക്ട്രിക് ട്രെയിൻ എവിടെ നിന്നാണ് പുക? ഐറ, could you please come here, please? ഏറെ ഞാനൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ബാല ഒരു 2 മിനിറ്റ് മോനെ, ഞാൻ അവിടുന്ന് പറിച്ചുകൊണ്ട് നടന്നേയില്ല. 2 മിനിറ്റ് മോനെ അവിടെ നിൽക്കി തീർന്ന് അല്ലെങ്കിൽ ബാലൻ ഇങ്ങോട്ട് വരും, പക്ഷെ ബാലൻ വാ ഉറക്കരുത്. റെഡി ഫോർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയറ? ഒരു ഇലക്ട്രിക് ട്രെയിൻ സൗത്തിലോട്ട് പോവുകയാണെങ്കിൽ അതിന്റെ പുക എങ്ങോട്ട് പോകും? സൗത്തിലോട്ട് പോകുവാണല്ലേ? അതെ, നോർത്തിലോട്ട്. ഇലക്ട്രിക് ട്രെയിൻ എവിടെയാണോ കൊച്ചി പോവാ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫെയിൽ ആയിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെരി ബാഡ്. അതെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് 10 ചോദ്യം ചോദിക്കണം എന്നുള്ളത് നമ്മുടെ കടമയാണല്ലോ. സ്റ്റേ ഹിയർ ബാലൻ, ഫീഡ് സം ബ്രെയിൻ മാൻ. ജോണി ബാബു, സെക്കൻഡ് ചോദ്യം ഉണ്ടോ? ചോദിക്ക്. അതോ ഞാൻ ജോക്കിയോട് ചോദിച്ചിട്ട് ചോദ്യം. How many months have 28 days? 28. Right answer. എടാ ജോണി ഇങ്ങോട്ടൊന്ന് വന്നേ. എടോ ഇതിന്റെ തൊട്ടിലേക്ക് കിടക്കുന്ന പെങ്ങടെ മോന്റെ അടുത്ത് ചോദിച്ചാൽ പറയുമല്ലോ ഉത്തരം. അത് ഞാൻ കുറച്ച് എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓട്ട മത്സരത്തിലെ ഒരാൾ സെക്കൻഡ് ഓർഡർ, അയാളെ വെട്ടിച്ച എത്രാമത്തെ പ്ലേസ് ആയിരിക്കും? 2ാം സ്ഥാനം. ഇത് സിമ്പിൾ, ഇതല്ലേ ഞാൻ ചോദിക്കാൻ വന്നേ. സിമ്പിൾ, സെക്കൻഡ്. ഇത് എന്റെ തൊട്ടിലേക്ക് കിടക്കുന്ന കൊച്ചു പറയൂടാ. അത് വിഷയമായിരുന്നല്ലേ? കിട്ടി. ജോക്കി ഇങ്ങനെ തന്നെ ചോദിക്കണം. A rooster lays an egg on the roof. Which side does it roll? അത് ആന്തനെ ചോദിച്ചാൽ ഞാൻ അവിടെ മറന്നു പോകും. എടോ മലയാളത്തിൽ ചോദിക്കടോ, കോഴി മുട്ട കിട്ടും. മുട്ട ഒരു മിനിറ്റ്. ആ റൂസ്റ്റർ മുട്ട കിട്ടു വലത് സൈഡിൽ. ഒന്നുകൂടെ ചോദിച്ചേ. A rooster lays an egg on the roof. Which side does it roll? ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ അവിടെ ആയിരുന്നു. ഒരു റൂസ്റ്റർ മോളിൽ കയറി മുട്ട കിട്ടും. ആ മുട്ട ഏത് സൈഡിലോട്ട് ഉരുണ്ടു പോകും? ഒരു റൂസ്റ്റർ മോളിൽ കയറി മുട്ടയിട്ട് അത് ഏത് സൈഡിലോട്ട് റോൾ ചെയ്ത് പോകും? ആ റൂഫ് സ്ലാന്റിംഗ് ആണോ? സ്ലാന്റിംഗ് ആണ്. ബുദ്ധി വെച്ച് ചിന്തിക്കണം. ഐറ, ടിക് ടിക് 1 മണിക്കുട്ടി ഓടി തുടങ്ങി. ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് 4, ടിക് ടിക് 5. അറിയില്ല. റൂസ്റ്റർ മുട്ടയിടത്തില്ലല്ലോ ഐറ. വെരി വെരി ബാഡ്. ബാലൻ ഫീഡ് സം മോർ ബ്രെയിൻ മാൻ. ജോണി ഇങ്ങോട്ട് വരും. ജോണി മൂന്ന് ചോദ്യത്തിൽ ഒരു ചോദ്യമാണ് കുട്ടി ശരിയാക്കിയത്. നീ അടുത്തത്. അത് സിമ്പിൾ ചോദ്യം. ചോദിക്കേ പറ. If there are 3 apples and you take away 2, how many do you have? ഇയാൾ തന്നെ ചോദിക്കും. ഐറ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐറ. 4ാമത്തെ ചോദ്യം. 3ൽ ഒരെണ്ണം ശരിയാക്കിയിട്ടുള്ളൂ കേട്ടോ. വരുന്നില്ല ഇങ്ങോട്ട്. എടാ ഇയാളൊന്നോട്ട് വാടോ ഇങ്ങോട്ട് ചോദിക്കും ഇങ്ങോട്ട്. ഒരു ടേബിളിൽ 3 ആപ്പിൾ ഉണ്ട്. അതിൽ 2 ഐറ എടുത്തു. ഐറയുടെ കയ്യിൽ എത്ര ഉണ്ട്? ഈസി മാൻ. ഐറ, ഡോണ്ട് ഫക്ക് ദിസ് അപ്പ്. ഓക്കെ, ഈസിയാണ്, വെറും ഈസി. 3 ആപ്പിൾ ടേബിളുണ്ട്. 2 എണ്ണം ഐറ എടുത്തു. ബാക്കി എത്ര എണ്ണം ഉണ്ട്? There are 3 apples and you take away 2. How many do you have? Do I have? Yeah. ആലോചിച്ച് പറയണം. ആലോചിച്ച് പറയണം. ആലോചിച്ച് പറയാ. 1, 2, 3 ഏതിൽ ഒന്നല്ലേ ആവത്തുള്ളൂ. 3 ഓപ്ഷൻ തരാൻ പറ്റത്തില്ല. 2 ഓപ്ഷൻ തരാൻ പറ്റത്തുള്ളൂ. And you take away 2. How many do you have? I have, right? Yeah. Not on the table. Yeah. ഐറ, ഇത്രയൊന്നും നമുക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. What is this? If I take 2 apples, I'll only have 2 apples. Correct Yogi, correct. 4ൽ 2. പക്ഷേ ഐറ, you're asking too many questions. Okay ഐറ.
ഇത് വാ, 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 വാ. ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ ഇന്റർപ്രറ്റ് ചെയ്ത് അപ്പൊ തന്നെ ഉത്തരം പറയണം. അല്ലാണ്ട് നമ്മളിങ്ങനെ 10 തവണ നമ്മൾ ഐ ഹാവ് ടേബിളിൽ എത്ര അങ്ങനെ ചോദിക്കരുത്. ബാലൻ സംഭവം മനസ്സിലായി. എടോ 4ൽ 2 ശരിയാക്കി എന്തൊരു കടുകട്ടി ചോദ്യം ഉണ്ടോ? ഈ ടേബിളിൽ 3 ആപ്പിൾ ഇരുന്നിട്ട് 2 എടുത്തു കഴിഞ്ഞാൽ ആ കൊച്ചിന് 2 അല്ലേ കാണത്തുള്ളൂ. IQ check ആയിരുന്നു. ഇതെന്നെ ജനിക്കാത്ത പെങ്ങളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചു പറയുമല്ലോ. അണ്ണു എന്തുവാ അണ്ണൂന്? ഒരാളുടെ കയ്യില് 6 കഴിച്ചു കഴിച്ചു ഒരാളുടെ കയ്യിൽ 6 മുട്ട ഉണ്ടോ? 2 പൊട്ടിച്ചു, 2 ഫ്രൈ ചെയ്തു, നീക 2 കഴിച്ചു, ബാക്കി എത്ര കൊച്ചിന്റെ IQ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി 2 ഇതിപ്പോ ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ ഞാൻ കൊച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? ABCD ചോദിക്കാൻ പറ. ABCD കൊച്ചല്ലടാ ഒരു 10-30 വയസ്സുള്ള നീക മോനെ മോനെ പറ്റത്തില്ല മോനെ ഇത് പറ്റത്തില്ലടാ. എന്നാ ഞാൻ മോന്റെ അടുത്തൊരു കാര്യം ചെയ്യാം. ഒരു റൂസ്റ്റർ റൂഫിന്റെ മുകളിൽ മുട്ടയിട്ടു. ആ മുട്ട താഴോട്ട് ഏത് ദിശയിലോട്ട് വരും? പറഞ്ഞീക സിമ്പിൾ ചോദ്യം, കൊച്ചു പിള്ളേരോട് ചോദിക്കുന്ന ചോദ്യം. ചാറ്റ് നോക്കരുത്. അവൻ പോയി ഉത്തരം പറയൂടി. അയ്യോ അണ്ണു എന്നോടാണ് ചോദിച്ചേ. ആ ഒരു റൂസ്റ്റർ റൂഫിന്റെ മുകളിൽ കയറി മുട്ടയിട്ടു. ഓടുള്ള വീടിന്റെ മുകളിൽ കയറി മുട്ടയിട്ടു. ആ മുട്ട ഏത് സൈഡിലോട്ട് വരും? അണ്ണു ക്വസ്റ്റ്യൻ വൺ മോർ അണ്ണു. ചാറ്റ് നോക്കരുത്. ചാറ്റ് നോക്കിയാ നീ മുടിഞ്ഞു പോകും. അണ്ണു ചാറ്റില്ലല്ലോ എനിക്ക്. ചാറ്റില്ലേ? കാണില്ല. റൂസ്റ്റർ ഓടിന്റെ മുകളിൽ കയറി വീടിന്റെ ഓടിന്റെ മുകളിൽ കയറി മുട്ടയിട്ടു. റൂസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? കോഴിയാണോ? കോഴിയല്ലടാ, പാടത്തിരിക്കുന്ന കൊക്ക്. അണ്ണു റൂസ്റ്റർ. എന്നാ പിന്നെ വേറൊരു ചോദ്യം ചോദിക്കാം. ഒരു ഇലക്ട്രിക് ട്രെയിൻ പോവാണ്. ഇലക്ട്രിക് ട്രെയിൻ പോവാണ്. സൗത്തിലോട്ട് പോകുന്ന ഇലക്ട്രിക് ട്രെയിൻ ആണ്. സൗത്തിലേക്ക് അതിന്റെ പോഹ എങ്ങോട്ട് പോകും? സൗത്തിലേക്ക് ഇലക്ട്രിക് ട്രെയിൻ പോകുമ്പോ സൗത്തിലേക്ക് പോകുന്ന ഇലക്ട്രിക് ട്രെയിനിന്റെ ഇലക്ട്രിക് ട്രെയിൻ അവിടുന്ന് പുക. അണ്ണു കണ്ടത് മറ്റേ ട്രെയിൻ ആയിരിക്കും, മറ്റേ തീവണ്ടി കരിയിൽ ഓടുന്നത്. അത് അണ്ണു പറഞ്ഞ തെറ്റിപ്പോയതാണ്. ഇലക്ട്രിക് ട്രെയിൻ പുകയില്ല. ചോദിച്ചത് കറക്റ്റ് ആണ്. അത് മോനെ കുസൃതി ചോദ്യമായിരുന്നു. അടുത്ത കിട്ടിയോളൂ. എടോ അടുത്ത കിട്ടിയോളൂ. അടുത്ത് കിട്ടി. എന്തോ പറ. അതാണ് ഒരാളുടെ കയ്യില് 6 മുട്ട ഉണ്ട്. ഒരാളുടെ കയ്യിൽ 6 മുട്ടയുണ്ട്. 2 പൊട്ടിച്ചു, 2 പൊട്ടിച്ചു, 2 ഫ്രൈ ചെയ്തു, 2 ഫ്രൈ ചെയ്തു, 2 തിന്നു, 2 പൊട്ടിച്ചു, 2 ഫ്രൈ ചെയ്തു, 2 തിന്നു. യെസ് Bro, what is going on, bro? 4. Isabel? I'm so brilliant, bro. ഐറ ഇത് എല്ലാരും സൈലന്റ് ആണ് പ്ലീസ്. ഐറ ഇത് ഈസി ചോദ്യമാണ്. യുനോ Okay. ആൻഡ് 10 സെക്കൻഡ് സമയം തരുത്തുള്ളൂ. യു ഷുഡ് ആൻസർ ബിഫോർ ദാറ്റ്. ഓക്കെ? Alright. യു ഹാവ് 6 eggs with you. ഓക്കെ? Okay, 6 with me. അതിനകത്ത് 6 eggs. അതിനകത്ത് 2 ഐറ പൊട്ടിച്ചു. Okay. 2 ഫ്രൈ ചെയ്തു. Okay. 2 തിന്നു. Okay. ഐറയുടെ എത്ര എണ്ണം ഉണ്ട് ബാക്കി? 4. Fantastic. Proud of you. അഞ്ചിൽ 3. ബാലൻ, it's your effect, ബാലൻ. 5 മിനിറ്റ് എന്റെ കൂടെ ഇങ്ങോട്ട് വാടോ ജോണി, ഇങ്ങോട്ടൊന്ന് വന്നേടോ. ഇതൊക്കെ എളുപ്പം ഇല്ലയോടോ ഇതൊക്കെ? ഞാൻ ഈ ക്വസ്റ്റ്യൻ എന്നോട് പറഞ്ഞു പോരടാ, നീ പോരാ. നീ എന്ന് മാറിയുന്ന കുറച്ച് പേരൊന്ന് മാറി. ജോണി ജെമിനിയോ ചാറ്റ് GPT ഏതെങ്കിലും ഓപ്പൺ ആക്കൂ. വാട്ട് ഈസ് ഫുൾ ഓഫ് ഹോൾസ് ബട്ട് സ്റ്റിൽ ഹോൾസ് വാട്ടർ? അതൊക്കെ വല്ല ബാലിനൊക്കെ അല്ല, വാട്ട് ഈസ് ഫുൾ ഓഫ് ഹോൾസ് ബട്ട് ഹോൾസ് വാട്ടർ? വെള്ളം ക്ലോസറ്റ് ആണോ? അല്ല, സ്പോഞ്ച്. അത് ചോദിക്കാം. What has a neck but no head? അതെന്താ? ബോട്ടിൽ. അത് ചോദിക്കാം. താൻ ചോദിച്ചോ. ഞാനിത് ചോദിച്ചാൽ ഞാൻ മറ്റേ 4 മുട്ട 6 മുട്ട ഉണ്ടായിട്ട് 2 പൊട്ടിച്ചു പൊരിച്ചു തിന്നു എന്നൊക്കെ ചോദിച്ച എന്റെ ഗതികേടോടോ. താൻ ചോദിക്കുന്നേ ഇത്. ഇഫ് എ ബ്രിക്ക് വേസ് വേണ്ട, അതൊക്കെ ഭയങ്കര കടുകട്ടി ചോദ്യമായിപ്പോ.
എടാ നീ ഒരു രണ്ട് ഒരു രണ്ട് ഫണ്ണി ക്വസ്റ്റ്യൻസ് കൊണ്ട് പോരടാ മോനെ. ഫണ്ണി ചോദ്യമായിരിക്കണം, പക്ഷെ അവർ കുഴഞ്ഞു പോണം, ഉത്തരം പറയാൻ പാടില്ല. ഉത്തരം പറയാൻ പാടില്ല. ചോദ്യം കൊഴിഞ്ഞു പോണം. കുഴഞ്ഞു പോണം. കുഴഞ്ഞു പോണം. ഒന്ന് ആലോചിക്കട്ടെ. ആലോചിക്കൂ. ടേക്ക് യുവർ ടൈം. പിന്നെ വാസവണ്ണം പറഞ്ഞ ഒരു ചോദ്യമുണ്ട്. വാസോണ്ട് എന്തോ പറഞ്ഞേ? വാസവണ്ണം പറഞ്ഞ മറ്റൊരു വലിയൊരു ചോദ്യം. എന്തോ ഒരു പ്ലെയിനിൽ 100 ബ്രിക്ക് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഒരെണ്ണം നിലത്ത് വീണു, ബാക്കി എത്ര എണ്ണം നയിക്കും? അപ്പൊ 99 എന്ന് പറയും. അത് വലിയ ചോദ്യാ. ഒരു ആനനെ എങ്ങനെ ഫ്രിഡ്ജ് കയറ്റും? ചോറ് ഓർത്തിട്ട് അകത്തോട്ട് വെച്ചിട്ട് അടയ്ക്കും. ഈ എന്ത് വേടാ ഇത് കൊച്ചു പിള്ളേരോട് ചോദിക്കുന്ന ചോദ്യം? അതല്ല, ഇതിന്റെ ലാസ്റ്റത്തെ വിഷയം ആരെങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റുന്നോ? അന്ന് വെച്ചാ ജോണി മാമൻ പറഞ്ഞു. ഇവിടെ നമ്മളെ ആലോചിക്കുന്നേ. എടോ ഞാനൊരു വെറൈറ്റി ചോദ്യം ചോദിക്കട്ടെ. മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായേ? ഭയങ്കരം ജോലി, ഭയങ്കരം. ഞാൻ ജനിച്ച കാലം മുതൽ ആൾക്കാർ ചോദിക്കുന്നത് വെറൈറ്റി. ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. യെസ്, ട്രൂ. എടോ എന്നാ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഹലോ, ഒരു കാര്യം. എടോ തേങ്ങയാണോ തേങ്ങ വെള്ളമാണോ ആദ്യം ഉണ്ടായേ? തേങ്ങയുടെ ഉള്ളിലാണല്ലോ തേങ്ങ വെള്ളം, അപ്പൊ തേങ്ങ ഇരിക്കൂലേ? അത് തേങ്ങയാണ്. രണ്ടുമല്ല, വെള്ളക്ക. ഇതൊക്കെ അവര് തുപ്പും. വേറൊരു ചോദ്യം, ഇത് എങ്ങനെ ചോദിക്കണമെന്ന് എനിക്കറിയാം. എന്നാലും ഏത് ക്വസ്റ്റ്യനാണ് നമുക്കൊരിക്കലും യെസ് എന്ന് സത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റാത്തത്? എന്താണ് ചോദ്യം? ആർ യു അസ്ലീപ്? ഉറക്കമാണോ നമുക്ക് യെസ് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അത് എങ്ങനെ ചോദിക്കാം? അതെനിക്ക് പറയാൻ അറിയത്തില്ല. അത് എങ്ങനെ ചോദിക്കാം? അതായത് ഇംഗ്ലീഷിൽ തന്നെ ചോദിക്കണോ? വാട്ട് ക്വസ്റ്റ്യൻ ക്യാൻ യു നെവർ ആൻസർ യെസ് ടു ട്രൂത്ത്ഫുള്ളി? ചോദിക്കേ. അത് നമുക്ക് മനസ്സിലാവോ? ഞാൻ പറഞ്ഞില്ല. മനസ്സിലാവാതിരിക്കും. എന്തോ താഴോട്ട് വരൂ. എന്റെ ഒരു പ്രൊഫഷണൽ ചോദ്യം ചോദിച്ചോട്ടെ. അവിടെ ലിസൺ ടു മീ കെയർഫുള്ളി. ഓക്കേ, യു നോ Crow was wearing a jetty. what question ഇതൊക്കെ ഒരു പെണ്ണിന്റെ പറയാൻ can you പറ്റുമോ? never answer yes to truthfully? അതായത് ഏത് ചോദ്യത്തിനാണ് നിങ്ങൾക്ക് യെസ് എന്ന് സത്യസന്ധമായി പറയാൻ പറ്റാത്തത്? ഉത്തരം പറയാൻ അല്ല, this is the tricky question. പല You need നീയും to വേണേ think. ആലോചിച്ചു. What question can you never answer yes to truthfully? അതാ മണിക്കുട്ടി ഓടാൻ വേണ്ടി റെഡി ആയിട്ട് പാവാടി പൊക്കി നിപ്പുണ്ട്. ഓടട്ടെ. ഓടിപ്പിക്കട്ടെ ഞാൻ മണിക്കുട്ടിയെ. അവൻ ഓടി. മണിക്കുട്ടി ചുരുക്കി പറഞ്ഞാൽ നമുക്ക് യെസ് എന്ന് പറയാൻ വേണമെങ്കിൽ നോ എന്ന് പറയുകയും ചെയ്യും. അതല്ലേ ഉദ്ദേശിച്ചത്? അങ്ങനല്ല ഒരിക്കലും yes എന്ന് സത്യസന്ധമായിട്ട് പറയാൻ പറ്റാത്ത ഒരു ചോദ്യം. എന്താണ് ആ ചോദ്യം? അത് തന്നെയല്ലേ പറഞ്ഞേ, യെസ് എന്ന് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് നോ പറയുന്നത്. അതല്ലേ മുടി കഴിച്ചിട്ട് അവിടെ രണ്ടുപേരും തുള്ള. യെസ് എന്ന് സത്യസന്ധമായിട്ട് പറയാൻ പറ്റാത്ത ഒരു ചോദ്യം എന്ത്? ചോദ്യം. വേറെ മണിക്കുട്ടി ഓടിക്കട്ടെ. അത് യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യസന്ധമല്ല. ടിക് ടിക് 1, രണ്ട് ആൻസർ പറയാം. ടിക് ടിക് 2, അങ്ങനത്തെ ടിക് ടിക് 3, ചോദിക്കാം. ടിക് ടിക് 4, ടിക് ടിക് 5, ടിക് ടിക് 6. എനിക്ക് അറിയില്ല. Are you asleep? ഉറക്കത്തിലാരും ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ പറയാൻ പറ്റുമോ? ഉറക്കത്തിലാണോ എന്ന് എങ്ങനെ പറയാൻ പറ്റും? എങ്ങനെ പറയാ? യെസ് പറഞ്ഞ ഉറക്കത്തിലല്ലോ. യെസ് എന്ന് പറയാൻ പറ്റത്തില്ല. ഉറങ്ങിക്കൊണ്ടിരിക്കുമല്ലേ? എന്താണ് ആൻസർ? എന്താണ്? നീ ഉറക്കത്തിലാണോ? ഉറക്കത്തിലാണോ? ഓക്കേ. ട്രിക്കി ക്വസ്റ്റ്യൻ ആരാ? That was a tricky question. ബാല ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടന്നില്ലേടാ. Oh, Ira, I have a question. What comes in a year, twice in a week, and never in a month? What comes in a year, twice in a week, and never in a month? അല്ല, ഈസിയാണ്. ഈസി ആയിരുന്നു, ബട്ട് യു അത് വേണ്ട. കഴിഞ്ഞു. ഐറ, യു ഹാവ് വൺ മോർ ചാൻസ്. ഐറ, ഇത്രയും സ്റ്റുപ്പിഡിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഐറ, എന്താണിത്? അത് ഞാൻ ശരിയാക്കി കൊടുക്കാമല്ലോ.
അതൊക്കെ ഞാൻ നീ ശരിയാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ ശരിയാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിലായി? ജോയാൻജോ അസോസിയേറ്റ്സ് നടക്കുന്ന ഇന്റർവ്യൂവിനകത്ത് നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അല്ല നിങ്ങൾക്ക് എന്തോരം തിരക്കുള്ളേ, അതിന്റെ ഇടയില് നിങ്ങളുടെ കൂട്ടത്തിൽ സപ്പോർട്ട് എന്ന് ഐറ ഇങ്ങോട്ടൊന്ന് വരുവാ. ജോണി കം ജോണി. സിമ്പിൾ. ഐറ ഞാനൊരു കാര്യം പറയട്ടെ ഐറ. yes, പറയൂ. ദീസ് ആർ ഫണ്ണി ക്വസ്റ്റ്യൻസ് ഐറ. നമ്മൾ ഇതൊന്നും അല്ല ചോദിക്കുന്നത്. ഞാൻ പെട്ടെന്നൊരു ചോദ്യം ചോദിക്കട്ടെ. Oh, yeah. 326 528 എത്ര? Eh? ഓ യു ഡോണ്ട് നോ മലയാളം അല്ലേ? 326 plus 528 എത്ര? 326 ഓ? Yeah. നമ്മുടെ ഹെലിയാറാ മറ്റേത്. 528. ഞാനൊരു simple സാറ് ചോദ്യം ഓടിക്കാൻ പഠിക്കുന്നേ ഉള്ളൂ. ചോദിക്കാം. Can I- മക്കളെ നിങ്ങൾക്ക് ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ, സിറ്റുവേഷൻ ഒന്നും ഇല്ലല്ലോ? സന്തോഷമായിട്ടിരിക്കുന്നുണ്ടോ? ചോദിക്കാം, ഞാനൊരു ചോദ്യം ചോദിക്കാം. എടാ എനിക്ക് ഇയർ ക്യാൻസർ തരാം. ഒരു മിനിറ്റ്. SRK മോനെ, പറയണ്ടോ? ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം എന്തോ സിറ്റുവേഷൻ ഒന്നും ഇല്ലല്ലോ മക്കളെ എന്നല്ലേ ചോദിച്ചേ? ഇല്ലടൂ എന്നും പറഞ്ഞ് തേക്കേണ്ട ആവശ്യം എന്തുവാടാ? എടാ സംസാരിക്കാൻ പഠിക്കടാ SRK. എടാ ജുഗ്രു രായ ഇവനെയൊക്കെ ഒന്ന് സംസാരിക്കാൻ പഠിപ്പിക്കുക. പറ മോനെ. അണ്ണു ഞാൻ ഓക്കെയാണ്. ഓക്കെ അണ്ണൂന് എന്തെങ്കിലും ഡൗൺലോഡ് ആയി വരുന്നുണ്ടോ? അണ്ണൂന് എന്തെങ്കിലും ഡൗൺലോഡ് ആയി വരുന്നുണ്ടോന്നു? എന്ത് ചോദ്യാണ്? സിറ്റിക്കകത്ത് എന്തെങ്കിലും കാണാൻ പറ്റാണ്ട് ഡൗൺലോഡ് ആവുന്നുണ്ടോ? ഇല്ല. ലോഡായി നമുക്ക് അത്രേ ഉള്ളൂ ഇപ്പൊ. ഓ ഞാൻ വിചാരിച്ച രായ, ഞാൻ വിചാരിച്ചു നീ എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ വല്ലതും നടത്താൻ പോവാന്നോ? ആരായ നമുക്കൊക്കെ ആര് ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്താനാ രായ? അത് അങ്ങനെ പറയില്ല അണ്ണ. അണ്ണ ഇന്നലെ എവിടെ പോയിരുന്നു? ഞാൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു. ഇന്നലെ ആയിരുന്നു അണ്ണു. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അണ്ണു വന്നില്ലല്ലോ അണ്ണ. ശരി മോനെ, ശരിയുടെ വിഷമൊന്നുമില്ല. ശരി രായ, ശരി. ജോണിയും കൊണ്ട് പോയോ? ജോണി ഞാനൊരു ചോദ്യം മനസ്സിൽ വെച്ചോണ്ടിരിക്കുക. ചോദിക്കാൻ പറ്റൂ? ചോദിക്ക്. അതായത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. അസെൻഷ്യൂ ടിവിന്ന് ഇറങ്ങി. യെസ്. വാട്ട് ഹാസ് 13 ഹേർട്സ് ബട്ട് നോ അതർ ഓർഗൻ? അതായത് 13 ഹാർട്ട് ഉണ്ട് പക്ഷെ വേറെ ഓർഗൻസ് ഒന്നും ഇല്ലാത്തത് എന്തിനാണ്? 13 hearts only. എടോ ഞാൻ ഉത്തരം ഒന്ന് ഒളിഞ്ഞു പറഞ്ഞോട്ടെ. ഐറ ആലോചിക്കോട്ടെ, ഇങ്ങോട്ടൊന്ന് വന്നേടോ. എടോ ഞാൻ ഉത്തരം പറയട്ടെ. ഇറുക്കൻ തവളയാണോ? അല്ല, ഒരു പാക്കറ്റ് ചീട്ട്. ഇറുക്കൻ തവളയ്ക്ക് 10 ഹൃദയം കാണുണ്ട്. ഇറുക്കൻ തവള അതെന്തോ ചോക്കി? തനിക്ക് ഇറുക്കൻ തവള എന്തോ പറയുന്നില്ലയോ? വേറെ ഓർഗൻസ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന് ലിവറും കിഡ്നി ഒക്കെ ഉണ്ടല്ലോ. ഇല്ല, ഇറുക്കൻ തവളയ്ക്ക് ഒന്നുമില്ല, ഹൃദയം മാത്രമേ ഒന്നുമില്ലേ? പിന്നെ ആരാ ക്യാൻസർ ആയതാ? അതൊന്നും ഇല്ലടാ, ചുമ്മാ ഇപ്പൊ ആലോചിച്ച് പറഞ്ഞല്ലേ. 13 hearts അല്ലേ? 13 hearts and no other organ. Cards ആണോ? ഇത് എവിടെ നോക്കി? എവിടെ നോക്കി? എല്ലാ ദിവസം ഞങ്ങള് കാർഡ്സ് കളിക്കുക. Okay, deck of cards. Yeah, Deck of cards. Jimmy's dad have 4 sons: Jack, Johnny, Joseph, and who? Jimmy's dad have 4 sons: Jack, Johnny, and Joseph, and who? Jim. അത് ഞാൻ മനഃപൂർവ്വം ചോദിച്ചല്ല, വായിച്ചു വന്നപ്പോഴാണ് ഉത്തരം ഫുള്ള് വായിച്ചത്. ചോദ്യം ഫുള്ള് വായിച്ചത് മനസ്സിലായി. ഞാൻ വെച്ച് വേറെ എന്തോ വലിയ ചോദ്യമാണ് അത്. ആ ക്വസ്റ്റ്യൻ ആപ്ലിക്കബിൾ അല്ല കേട്ടോ. എന്ത് വേണം ഇതൊക്കെ? ജിമ്മിയുടെ അച്ഛനെ. ജോണി, ഡു യു ഹാവ് എനിത്തിങ് എൽസ് ടു ആസ്ക് ജോണി? ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ അത് ചോദിച്ചാല് മക്കളെ Z13 വല്ലതും അടിക്കാൻ Z30 വല്ല വള്ളിയായിട്ട് വന്നിട്ടുണ്ടോടാ? ഇല്ല, നമ്മളെ കണ്ടപ്പോ തിരിച്ച് ഗ്യാങ്ങോസിൽ കയറിയായിരുന്നു. അതെന്താണ് ഒരു ഗ്യാങ്ങോസി കേറി അടിച്ചാലോ? സസ്പെൻഷൻ കിട്ടും. 7 ദിവസത്തേക്ക് പുറത്തോട്ട് പോകും. ചാടണേ അതിനകത്തെ. up but never comes down. What goes up but never comes down? അപ്പോ അതായത് മേളോട്ട് പോകും ബട്ട് താഴോട്ട് വരില്ല. എന്താ? അല്ലേ ഞാൻ ആൻസർ പറയട്ടെ. എന്താ ഏജ്? വയസ്സ് മേളോട്ട് പോകും, താഴോട്ട് എങ്ങനെ വരുന്നത്? വാണം. ശരി, ചോക്കി
എന്തുവാടാ പറയുന്നേ? ഞാൻ വാണം എന്തൊക്കെ നീ പറയുന്നേ നീ? അയ്യോ ഞാൻ വേണമല്ലാണ്ട് വാണം പോയി കഴിഞ്ഞാൽ താഴത്തേക്ക് വരുമല്ലോ. ഏജ് കറക്റ്റ് ആണ്. ജോൺ മാമ എന്താണ് പോയ വാണങ്ങളൊന്നും താഴോട്ട് വന്നിട്ടില്ല. താഴെ വിട്ട് വരും 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 കമ്പ് വരുമായിരിക്കും. വരുവണ്ണു കമ്പ് വരും. വരുമല്ലോ. പക്ഷെ ഏജ് പോയി കഴിഞ്ഞാൽ നിലത്തേക്ക് വരും. വേറെ കേട്ടോ ഹൈറ്റ് ഉണ്ട് കേട്ടോ. ബ്രില്യന്റ്. ഹൈറ്റ് ഉണ്ട് കേട്ടോ. അല്ല എന്നാലും താഴേക്ക് കുറച്ചെങ്കിലും വരുമല്ലോ. കുറച്ചെങ്കിലും വരും. വിട്ട സ്ഥലം ചോദ്യം വരാണ്ട് ഒന്നും വേണ്ട നിൽക്കുവോ? ചോദിക്കുക, അതിനെ അങ്ങ് എടുക്കാം. അതല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? എടുക്കാം. കൊച്ചു മാഞ്ഞു പോയോ? പുറകിൽ തളയുള്ള ജീവി മുതല. അതാ വിളിച്ചേ. ആരുടെ ബോയ് ഫ്രണ്ട് ആണോ ആരാ? ഞാൻ ഇവിടെ റോഡിന്ന്. ആരുടെ ബോയ് ഫ്രണ്ട് ആണോ ആരാ? എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല. ഇല്ല. ഓക്കെ. അപ്പൊ ഐറ യു ഹാവ് ക്വാളിഫൈഡ് ഫോർ ദ ഫസ്റ്റ് ഫേസ്. ഓക്കെ ഇനി 2-3 ഫേസ് ഉണ്ട്. ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ്, മറ്റേ ടെസ്റ്റ്, മറിച്ച് ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഡേ ബൈ ഡേ നമ്മൾ സെറ്റ് ആക്കാം ഐറ. ഓക്കെ നോ വറീസ്. ഓക്കെ. ഓൾറൈറ്റ്. പിന്നെ CA ഒരാളെ